എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ബ്യൂട്ടി ടിപ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് ചോദിച്ച കാര്യമാണ്. അതുപോലെ തന്നെ ഒത്തിരി പ്രായമായവരും ഒരു 50 വയസ്സുള്ളവരും 45 വയസ്സുള്ളവരും 28 വയസ്സുള്ളവരും ഒക്കെ പ്രായഭേദമന്യേ എല്ലാവർക്കും ചെയ്യാവുന്ന അടിപൊളി ബ്യൂട്ടി ടിപ്സാണ്. അതെന്താണെന്ന് ചോദിച്ചാലായിട്ട് നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒരുപാട് വരാറുണ്ടല്ലേ. ഒരു പ്രായം കഴിഞ്ഞാൽ അത് കൂടും. കറുത്ത മൂക്കിനോടെല്ലാം കറുത്ത കുത്തു പോലെയും അതുപോലെ അതിൽ ഹെയർ ഉണ്ടാവുകയും പിന്നെ ഈ സൈഡിൽ ഭയങ്കര ഡ്രൈ ആയിട്ട് മുരിഞ്ചു പോലിരിക്കുകയും അതുപോലെ ഫേസിലൊക്കെ പിന്നെ ഡ്രൈനെസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഈ ഭാഗങ്ങളിലൊക്കെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടാവുകയും ഇവിടെ കൂടുതലും വൈറ്റ് ഹെഡ്സാണ് ഉണ്ടാകുന്നത്, ബ്ലാക്ക് ഹെഡ്സ് അല്ല. കൂടുതലും മൂക്കിൻ്റെ ഈ ഭാഗത്താണ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകുന്നത്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും കൂടെ കൂടിയാണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ മൂക്കൊക്കെ ഒരു വൃത്തിയില്ലാതിരിക്കും അല്ലേ. അപ്പം നമ്മൾ മാസത്തിലൊരിക്കൽ മസ്റ്റായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ ഹെയർ, നമ്മുടെ ഈ ഫേസിലൊക്കെ ഇവിടെ എല്ലാം ഹെയർ ഉണ്ടായിരിക്കും, അതായത് മൂക്കിൻ്റെ ഇവിടെ ഹെയർ ഉണ്ടായിരിക്കും. ഈ ഹെയർ എല്ലാം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ടിപ്സാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം, ആണുങ്ങൾക്കും ചെയ്യാം, പെണ്ണുങ്ങൾക്കും ചെയ്യാം, അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാവുന്ന അടിപൊളി ടിപ്സാണ് കേട്ടോ. പിന്നെ പ്രായമൊന്നുമില്ല, ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ മുഖം നന്നായിട്ട് വൃത്തിയാവുകയും നമ്മുടെ മൂക്കിൻ്റെ അവിടെ തിളക്കം ഉണ്ടാവുകയും ഒക്കെ ചെയ്തുള്ളൂ. നമ്മുടെ എനിക്കിവിടെയൊക്കെ ഒത്തിരി ഫേഷ്യൽ ഹെയർ ഉണ്ട്, കുഞ്ഞു ഹെയർ ആട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്റ്റെപ്പ് കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്, 100% റിസൾട്ട് കിട്ടുന്നത്. ഒറ്റത്തവണ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അപ്പം ഈ കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം. നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടുകയും അതുപോലെ തന്നെ പ്രായമായവർക്കൊക്കെ റിങ്കിൾസ് കുറയാനായിട്ടും എല്ലാത്തിനും നല്ലൊരു പായ്ക്കും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുമല്ലേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക, എന്നാൽ മാത്രമേ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവർ കൂടെ എത്തത്തുള്ളൂ അല്ലേ. അപ്പോൾ നല്ല നിറഞ്ഞ മനസ്സോടെ ഒരു ലൈക്ക് തരാനും മറന്നുമല്ല കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ മൂക്കിൻ്റെ അടുത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകാനായിട്ടുമുള്ള നല്ലൊരു പായ്ക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യണം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഉണ്ടാക്കിയത് നോക്കിയാലോ. വാ. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിൻ ടൈറ്റൻ ആകാനായിട്ടും അതുപോലെ നല്ല ഗ്ലോ കിട്ടാനായിട്ടും ഒരു ബ്രൈറ്റ്നെസ് കിട്ടാനായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പായ്ക്കാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരു മാസത്തിലൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടാണ്. എന്നിട്ട് നമുക്ക് ഒരു മുട്ടയുടെ വെള്ളം എടുക്കാം കേട്ടോ. ഒരു മുട്ടയുടെ ഫുള്ള് വെള്ളം തന്നെ വേണം കേട്ടോ. എടുത്തൊരു പാത്രത്തിലിട്ട് അതിലൂടെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, നാടൻ നല്ല മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം. എന്നാലും നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല അടിപൊളിയാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് വേണം പറയാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. നല്ല രീതിയിൽ മുട്ടയുടെ വെള്ളമാണ് അറിയാമല്ലോ, നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ എണ്ണമയമൊക്കെ ഉള്ള ഫേസാണ്, നല്ലപോലെ ഫേസ് വാഷ് ഇട്ട് എന്തിനായിട്ട് വാഷ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണിത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, കുറച്ച് ഓയിലിയും കുറച്ച് ഡ്രൈയും ഒക്കെ ആയിട്ടുള്ള സ്കിന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ എന്നിട്ട് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുള്ള പായ്ക്ക് നല്ലപോലെ തേച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മൾ തേക്കണം കേട്ടോ, മൊത്തത്തിൽ തേക്കണം. പിന്നെ കണ്ണിൻ്റെ ആ ഭാഗത്തൊന്നും തേക്കണ്ട കേട്ടോ. അപ്പം കണ്ണിൻ്റെ ആ ഭാഗത്തോട്ട് തേക്കുക വേണ്ട, കണ്ണിന് താഴെ കണ്ണിൻ്റെ മേളിലും തേക്കണ്ട, നമ്മുടെ നെറ്റിയിലും നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉള്ള സ്ഥലമൊക്കെ നമുക്ക് തേക്കാം. മുഖം മൊത്തത്തിൽ നമുക്ക് ചെയ്യാം ഇതുപോലെ കേട്ടോ, ഒരു പ്രശ്നമില്ല. മുഖത്ത് മൊത്തം ചെറിയ കുഞ്ഞു രോമങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ, അവർക്കെല്ലാം നല്ല രീതിയിൽ മൂക്കിൻ്റെ ഇടയ്ക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണം, ഇതുപോലെ ടിഷ്യൂ പേപ്പർ കീറി നിങ്ങൾ കാണുന്നുള്ള വലിയ പാടൊന്നുമില്ല, കീറി ഇതുപോലെ ഒട്ടിച്ച് നമ്മുടെ ഫേസ് നിറച്ചൊട്ടിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ ഇതേ രീതിയിൽ നമ്മുടെ സൈഡ് വശങ്ങളിലുള്ള ആ ഒരു ഹെയർ കളയാനായിട്ടൊക്കെ ഇതേ രീതിയിൽ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അത് ചെയ്യേണ്ട രീതിയൊക്കെ പ്രത്യേക രീതിയിൽ, നമ്മൾ ആവശ്യമില്ലാതെ വലിച്ചു പറിക്കുന്നത് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ എടുക്കാവുള്ളൂ കേട്ടോ. അപ്പോഴേ നമ്മുടെ ആ ഹെയറൊക്കെ നമ്മൾ വരത്തുള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല റിസൾട്ടാണ്. നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മുഖം നല്ല ക്ലീൻ ആയ പോലെ തോന്നും. പിന്നെ നിങ്ങൾക്ക് ഹെയറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 2 ദിവസം ഇടവിട്ടിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആകും. കുഞ്ഞു ഹെയർ എല്ലാം അതുപോലെ പോവുകയും ചെയ്യും. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ആകും കേട്ടോ.
അത്രയ്ക്ക് നല്ലൊരു പായ്ക്കാണ് കേട്ടോ. അപ്പോൾ ചിലർ ഇതിനകത്ത് കോഫി പൗഡറൊക്കെ തേക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് രണ്ടും മാത്രം മതി കേട്ടോ. ഞാനിങ്ങനെ ചെയ്യാറ് കേട്ടോ, എനിക്ക് നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കത് ഇതുപോലെ എല്ലാം പേപ്പറെല്ലാം ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ആദ്യം നമ്മൾ ഫസ്റ്റ് എല്ലാം മൊത്തം അപ്ലൈ ചെയ്തല്ലോ, അതിനുശേഷം സെക്കൻഡ് നമ്മൾ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക. ആദ്യം ഒന്ന് മുട്ടയുടെ ആ ഒരു മിശ്രിതം തേച്ചതിന് ശേഷം മാത്രമേ ഇത് ഒട്ടിച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ മുഖത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. അതിനുശേഷം ഇതുപോലെ നമ്മൾ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇത് മാത്രം പോരാ, അടുത്തൊരു ലെയർ കൂടെ നമ്മൾ ഇതുപോലെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള ഹെയർ വരത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ വീണ്ടും അതിൻ്റെ പുറത്തുകൂടെ ഇതുപോലെ തന്നെ എല്ലാം ഒട്ടിച്ച് മൂക്കിലോട്ടൊക്കെ കട്ടിക്ക് ഒട്ടിച്ച് കൊടുക്കുക, ആ കവിളിൻ്റെ സൈഡിലോട്ടൊക്കെ കട്ടിക്ക് ഒട്ടിച്ച് കൊടുക്കുക. നെറ്റിയിലും എല്ലാം കണ്ണൊഴിച്ച് എല്ലാ ഭാഗത്തും നമുക്ക് കണ്ണും പുരിയും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ആ ഒരു മിശ്രിതം തേച്ച് പിടിപ്പിക്കണം. നല്ല രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാം കേട്ടോ, മൊത്തത്തിൽ തേച്ച് പിടിപ്പിക്കണം. പിന്നെ ബാക്കി കണ്ണിൻ്റെ അവിടെയൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങുമ്പോൾ നമുക്ക് പ്രശ്നമാകും. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ട് തുടച്ച് അന്നേരം തന്നെ മാറ്റിയേക്കണം, ഉണങ്ങിക്കഴിഞ്ഞാൽ പാടാണ് കേട്ടോ. അപ്പോൾ എല്ലാം തേച്ച് പിടിച്ച് നല്ലവണ്ണം ഡ്രൈ ആകണം. ഇച്ചിരി സമയം എന്തായാലും ഇരിക്കണം. നമുക്ക് സൗന്ദര്യമൊക്കെ ഉണ്ടാകാൻ ഇച്ചിരി സമയം ഇരിക്കണം. അപ്പോൾ നല്ലതായിട്ട് എൻ്റെ ഒരു കണ്ടോ ആ രണ്ട് സൈഡും കണ്ടോ കുറച്ച് ഓയിലി ടൈപ്പ് ആയതുകൊണ്ട് അവിടെ ഉണങ്ങിയില്ല അധികം, ബാക്കിയെല്ലാം നല്ലപോലെ ഉണങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല അത്യാവശ്യം പൊളിച്ചെടുക്കാവുന്ന രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെയാണ് പൊളിച്ചെടുക്കുന്നത് കേട്ടോ. ഒരിക്കലും മേളിൽ നിന്ന് പൊളിക്കരുത്, താഴേന്ന് തന്നെ നമ്മൾ താഴേന്ന് നമ്മുടെ ഹെയർ എങ്ങനെയാണോ ആ രീതിയിൽ നമ്മൾ പൊളിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ മേളിലോട്ട് പതുക്കെ പൊളിച്ചെടുക്കുക കേട്ടോ. ആ ഭാഗം ഇത്തിരി ഉണങ്ങാനുണ്ട്, അതും നന്നായിട്ട് ഉണങ്ങണം കേട്ടോ. ഓയിലി സ്കിന്നുകാർക്ക് ഉണങ്ങാൻ പാടാണ്, ഡ്രൈ സ്കിന്നുകാർക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പതിയെ രീതിയിൽ നമ്മൾ ആ അപ്പർ ലിപ്പിലെ ഹെയറൊക്കെ പോകാനായിട്ട് ഇതുപോലെ വലിച്ച് ഈ ഇങ്ങോട്ട് സൈഡിലോട്ട് വലിച്ചെടുക്കണം കേട്ടോ. പൊക്കി മേളിലോട്ട് എടുക്കുക, സൈഡിലോട്ട് വശങ്ങളിലോട്ട് ഇങ്ങനെ എടുക്കാവുള്ളൂ. അപ്പോഴേ നമുക്ക് ആ ഒരു ഹെയറൊക്കെ വരത്തുള്ളൂ. ഇത് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാക്കും. 100% നല്ല രീതിയിൽ ബ്രൈറ്റ്നെസ് കിട്ടുന്ന നല്ലൊരു പായ്ക്കും കൂടാണിത്. നമ്മുടെ ആ ഒരു മുഖം നല്ല പെട്ടെന്ന് ഗ്ലോ കിട്ടാനായിട്ട് നല്ല തിളക്കം കിട്ടേണ്ട നല്ലൊരു ബ്രൈറ്റ്നെസ്സാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. വെറുതെ പറയുകയല്ല, നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാനിത് പിന്നെ ചെയ്തു പോകുന്നതാണ്, നിങ്ങളോട് കൂടി പറയുന്നതാണ്. ഇടയ്ക്ക് ഞാൻ എല്ലാ മാസത്തിലും ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കഴുത്തിലും വേണം ചെയ്യാം, മുഖത്ത് മാത്രമല്ല കേട്ടോ. അപ്പോൾ നല്ല മൂക്കിനോടൊക്കെ നല്ല മിനിമിനാന്നൊരു മിനുസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നെറ്റിയിലത്തെ ഇതുപോലെ തന്നെ പൊളിച്ചെടുക്കുക. നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഇത് പൊളിഞ്ഞ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല ഡ്രൈ ആകണം. വെള്ളമയം ഒന്നും ഉണ്ടെങ്കിൽ വരത്തില്ല. അപ്പോൾ ഇതുണ്ടോ ഈ സൈഡിൽ നല്ലൊരു മിനുസമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് മനസ്സിലാവും രോമമൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഇപ്പം മീശയുടെ അവിടുത്തെയും താഴത്തെ താടിയുടെ അവിടുത്തെയും ഡെഡ് സ്കിൻ എല്ലാം പെട്ടെന്ന് കുറയും. ഇനി നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട്. സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കണം. നല്ല ഗ്ലോ വന്നിട്ടുണ്ട്, നല്ല റിസൾട്ടാണ്. വേറെ ഒന്നും നമ്മൾ ചേർത്തില്ല. നമ്മൾ ചേർത്തത് മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ എന്താ ചേർത്തത്, നമ്മുടെ മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. അത്യാവശ്യ രോമങ്ങളെല്ലാം പോവും, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോവും. ഇത് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. അതുപോലെ തന്നെ ഞാൻ അടുത്ത് കാണിക്കുന്ന സ്റ്റെപ്പും കൂടെ ചെയ്യണം. അത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഹെയർ എല്ലാം അത്യാവശ്യമുള്ള ചെറിയ ഫേഷ്യൽ ഹെയർ എല്ലാം പോകും. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടെ കാണിക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പായ്ക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടും അതുപോലെ തന്നെ നല്ല ഗ്ലോ കിട്ടാനായിട്ടും ഒക്കെ ഒത്തിരി നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ നല്ല റിസൾട്ട് തോന്നിക്കുന്നത് നല്ലൊരു ഇവിടെ ഈ ഭാഗം നമ്മൾ ഈ ഇടാത്ത ഭാഗം കണ്ണിന് ചുറ്റിനൊക്കെ നോക്കി ഒരു ഇരുളുമത പോലെ തോന്നിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഇട്ട ഭാഗം കണ്ടോ നല്ലൊരു ബ്രൈറ്റ്നെസ് ആണ്. നെറ്റിയിൽ അവിടെയൊക്കെ നല്ലൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴുത്ത് നോക്കി, കഴുത്തും ഈ ഫേസും കൂടെ നോക്കുമ്പോൾ തന്നെ അറിയാം കണ്ടോ നല്ലൊരു ഗ്ലോയും അതുപോലെ നല്ലൊരു ബ്രൈറ്റ്നെസ്സും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്യണം. നമ്മുടെ ഹെയർ അതായത് ഫേഷ്യൽ ഹെയർ അല്ല, ഒരുപാട് കറുത്ത ഹെയർ ഒന്നും പോകത്തില്ല. നമ്മുടെ ഫേഷ്യൽ ഹെയർ ഉണ്ടല്ലോ, ചെറിയ കുഞ്ഞു രോമങ്ങളെല്ലാം നന്നായിട്ട് നമുക്ക് പോകും. അപ്പോൾ അപ്പോൾ അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്യണം. അതുകൂടെ കഴിയുമ്പോൾ നല്ല പൂർണ്ണമായിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല തിളങ്ങി നിൽക്കും ഫേസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് കൂടെ ചെയ്ത് കാണാം അല്ലേ. അപ്പോൾ അടുത്ത നമ്മൾ ചെയ്യുന്ന പായ്ക്കെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് തന്നെ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. ഒരു ദിവസം തന്നെ നമ്മൾ ചെയ്യണേ, അത്രയ്ക്ക് റിസൾട്ടാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് 1 ടീസ്പൂണ് നമ്മുടെ നല്ല മഞ്ഞൾപ്പൊടി, നാടൻ മഞ്ഞൾപ്പൊടി തന്നെ എടുക്കണം. 1 ടീസ്പൂൺ കടലമാവ് കൂടെ ചേർക്കണം. അതിനകത്തേക്ക് നമുക്ക് അത് കുഴയ്ക്കാൻ ആവശ്യമുള്ള പാല്, വെള്ളം കൂടിപ്പോവുകയും ചെയ്തത് പാല് കൂടിപ്പോവുകയും ചെയ്തത് കുറഞ്ഞു പോകരുത്. കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി വേണം അത് കുഴച്ചെടുക്കാൻ, മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
അപ്പം നല്ല രീതിയിൽ നമുക്ക് കുറേശ്ശെ കുഴച്ച് മിക്സ് ചെയ്യാം. ആദ്യമേ തന്നെ ഒരുപാട് പാല് കൂട്ടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. കുറേശ്ശെ വെച്ച് നമ്മൾ മിക്സ് ചെയ്യാവുള്ളേ. ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെ തന്നെ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്നും പോരാ, നമുക്ക് നല്ല രീതിയിൽ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. പിന്നെ കുറച്ചുകൂടെ പാലൊഴിക്കണം. എന്നിട്ട് നല്ല രീതിയിൽ ഒരു പരുവത്തിന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മുഖത്ത് തേക്കാനുള്ള ആ കറക്റ്റ് രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മുഖം ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ഒക്കെ കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോ, നല്ല രീതിയിലൊരു ബ്രൈറ്റ്നെസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു റിസൾട്ടാണ് ഇതുകൂടെ ചെയ്ത് കഴിയുമ്പം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകെ തന്നെ ചെയ്യണം കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹെയർ പോകാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പറ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ തേച്ച് കൊടുക്കേണ്ട സ്റ്റെപ്പ് നോക്കിക്കണം. താഴോട്ട് തേക്കുക. നമ്മുടെ ഹെയർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ മേളിലോട്ട് ചെയ്യണം. പായ കീറേണ്ട സമയത്ത് താഴോട്ട് ചെയ്യണം. നമ്മുടെ കണ്ണിൻ്റെ താഴെ ഒന്നും തേക്കണ്ട. നമുക്ക് എവിടെയാണ് ഹെയർ ഉള്ളത് അവിടെ മാത്രം നമ്മളിത് തേച്ചാൽ മതി കേട്ടോ. നേരത്തെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ എല്ലാം ചെയ്തതാണ് നമ്മുടെ ആ ടിഷ്യൂ പേപ്പർ വെച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ എൻ്റെ ആ ഹെയർ ഉള്ള ഭാഗത്ത് മാത്രമാണ് തേക്കുന്നത്. അത്യാവശ്യം ഹെയർ എല്ലാം പോയിട്ടുണ്ട്, എങ്കിലും ബാക്കിയുള്ളത് പോകാനായിട്ടുള്ള ഒരു പായ്ക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ കൂടുതൽ നമ്മുടെ മുഖത്തിന് രണ്ട് സൈഡിലും ഈ നമ്മുടെ ചുണ്ടിൻ്റെ താഴെയും അതുപോലെ തന്നെ മൂക്കിൻ്റെ അവിടെയും അതുപോലെ തന്നെ നെറ്റിയിലുമൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെറിയ കുഞ്ഞ് നോർമൽ ഹെയറുകൾ വരുന്നത് അല്ലേ. കട്ടിയുള്ള ഹെയർ ഒരിക്കലും പോകത്തില്ല കേട്ടോ. കട്ടിയുള്ള ഹെയർ നിങ്ങൾ പോകത്തില്ല. നല്ല കറുത്ത ഹെയർ, ഇത് നനുത്ത രോമങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, ഫേഷ്യൽ ഹെയറുകൾ. നമ്മുടെ മുഖത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തോ പോലെ അല്ലേ, ഈ സൈഡിലൊക്കെ ഹെയർ ഇരിക്കുമ്പോൾ. അപ്പം എനിക്ക് ഹെയറുള്ള ഭാഗത്താണ് ഞാനിപ്പോൾ അത് തേച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെറ്റിയിൽ മൊത്തം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റിയിൽ മൊത്തം ഇതുകൊണ്ട് തേക്കാം. അപ്പം മൂക്കിൽ മൊത്തം കൊണ്ട് തേക്കാം. എനിക്ക് മൂക്കിൻ്റെ ആ രണ്ട് സൈഡിലുമാണ് ഇതുപോലെ ആ ഒരു ഹെയറൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ ആ ഭാഗത്ത് തേച്ച് മൂക്കിൻ്റെ മേളത്തേക്ക് അത്യാവശ്യം പോയി, ചെറിയ ഉണ്ടായിരുന്നൊക്കെ പോയി കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നെറ്റിയിലൊക്കെ അത്യാവശ്യം ഇതുപോലെ നമുക്ക് എത്രയും വേണോ അത്രയും തേച്ച് കൊടുക്കാം കേട്ടോ. എനിക്കിത് ഇത്രയും ഭാഗത്താണ്, അത്രയും ഭാഗത്ത് ഞാൻ തേച്ചു. ഇനി ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉണങ്ങണം. ഉണങ്ങിയില്ലെങ്കിൽ ഒരു പ്രയോജനം കിട്ടത്തില്ല. നല്ല രീതിയിൽ തന്നെ ഇത് ഉണങ്ങിയാൽ മാത്രമേ പ്രയോജനം കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഉണങ്ങിക്കഴിയുമ്പോൾ എപ്പോഴും ആ കവിളിൻ്റെ കുറച്ച് ഭാഗം ഉണങ്ങാൻ ഒത്തിരി പാടാണ് കേട്ടോ. അത് ഓയിലി ആയതുകൊണ്ടാണ്. അപ്പം ബാക്കി എല്ലാ ഭാഗത്തും അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, മേളിലോട്ടാണ് നമ്മൾ ഇതുപോലെ ഉരുട്ടി എടുക്കണം. ഇങ്ങനെ തന്നെ എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഹെയർ മൊത്തം നമുക്ക് കിട്ടുന്നത്. നല്ല ഉണങ്ങണം കേട്ടോ. എൻ്റെ ഇച്ചിരി ഉണങ്ങാനുണ്ട്. നിങ്ങൾ നല്ല രീതിയിൽ ഹെയർ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉണക്കണം. അപ്പോൾ ഇത് താടിയിലൂടെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ രണ്ട് സൈഡിലും, അതായത് ചുണ്ടിൻ്റെ ആ രണ്ട് സൈഡിലും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് നാക്കുകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് തള്ളി പിടിച്ചിട്ട് വേണം. ഇങ്ങനെ തള്ളി പിടിക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്ന് ആ രോമമെല്ലാം ഇങ്ങനെ വരും. നമുക്ക് എളുപ്പത്തിൽ റിമൂവ് ചെയ്യാം. അപ്പോൾ കവിളിലൊക്കെ അത് ഇങ്ങനെ തന്നെ മേളിലോട്ട് ചെയ്യണം. എപ്പോഴും നമ്മൾ വാക്സ് ചെയ്യുമ്പം താഴോട്ട് തേച്ചിട്ട് മേളിലോട്ടല്ലേ വാക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് താഴോട്ട് തേച്ച് കൊടുത്തതിന് ശേഷം മേളിലോട്ട് ഉരുട്ടി കളയുക. ഇത് ചെയ്യുമ്പം കണ്ടോ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല രീതിയിൽ ഗ്ലോ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മൂക്ക് ചെയ്യുമ്പം രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ സൈഡിലുള്ള ഡെഡ് സ്കിന്നും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോകാനായിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് മൂക്കിൽ മൊത്തം വേണമെങ്കില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. നെറ്റിയിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ, നല്ല രീതിയിൽ. എന്നിട്ട് നിങ്ങൾ ഇത് നല്ലവണ്ണം ചെയ്തതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാവുള്ളേ. അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല കളറും കിട്ടും. അതുപോലെ തന്നെ ഡെഡ് സ്കിന്നെല്ലാം പോവുകയും ചെയ്യും. ഞാൻ മുഖമെല്ലാം വാഷ് ചെയ്തപ്പം എനിക്ക് തന്നെ പറയാൻ പറ്റും, അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടി എനിക്ക് കേട്ടോ. നല്ല രീതിയിൽ ഫേഷ്യൽ ഹെയർ എല്ലാം പോയിട്ടുണ്ട്. നല്ല പ്ലെയിൻ ആയിട്ടുണ്ട്. ആ ഭാഗമൊക്കെ നല്ല സോഫ്റ്റ് മിനിമിനാന്നിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. നമ്മൾ ഹെയറൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മുഖത്തൊരു മാറ്റം ഉണ്ടാവുമല്ലോ, മിനിമിനാന്ന്. അതേ രീതിയിൽ തന്നെ ഇരുന്നു. നല്ല രീതിയിലുള്ള മാറ്റമാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമുക്ക് ഇനിയും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് ഐസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഐസ് വെച്ച് എടുത്തില്ല, നല്ല രീതിയിലുള്ള ഐസ് വെച്ച് കൊടുക്കണം. അപ്പം മൂക്കിൻ്റെ സൈഡിലെല്ലാം നന്നായിട്ട് പോയിട്ടുണ്ട്. മുഖം മൊത്തം നല്ല പ്ലെയിനായിട്ട് ക്ലീനായി. ഇനി നമുക്ക് ഐസ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളെ രോമമൊക്കെ കളഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇതുപോലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വൈകിട്ടാണെങ്കിൽ വൈകുന്നേരം ഇതുപോലെ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അതുപോലെ തന്നെ പകലാണെങ്കിൽ നിങ്ങൾ മോയ്സ്ചറൈസർ ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുക, ബ്ലഡ് സർക്കുലേഷൻ കൂടാനായിട്ട്. അപ്പോൾ നല്ലൊരു തുടിപ്പും നല്ലൊരു ഗ്ലോയും ഒക്കെ നമ്മുടെ മുഖത്ത് കിട്ടും. സൂപ്പറാണ്, 100% റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്ത് കുറച്ചൊക്കെ രോമം പോകുന്നുള്ളത് നിങ്ങൾ 3-4 പ്രാവശ്യം ട്രൈ ചെയ്യുക. അടിപൊളി റിസൾട്ടാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
അപ്പോൾ കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും കണ്ടല്ലോ, നമ്മുടെ മുഖത്തിടുന്ന കാര്യവും അത് കഴിഞ്ഞുള്ള സ്റ്റെപ്പും എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല റിസൾട്ട്, നമ്മുടെ നല്ല മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കുകയും അതുപോലെ തന്നെ എന്താ പറയുക, നല്ല തിളക്കമൊക്കെ കൂടാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്ക് എവിടെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ നമ്മൾ തലേന്ന് നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നല്ല രീതിയിൽ നമ്മുടെ മുഖത്ത് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരുമാതിരിപ്പെട്ട ഹെയർ എല്ലാം പോകും. തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്തോളൂ. സിമ്പിളായിട്ടുള്ള കാര്യമല്ല, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അല്ലേ. വെളിയിൽ നിന്നൊന്നും പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കറക്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ എന്താ പറ്റുന്നത്, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഏതൊരു കാര്യവും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് പെട്ടെന്ന് എല്ലാം കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അത് കെമിക്കലായിരിക്കണം അല്ലേ. പക്ഷേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടിടയിൽ നല്ല റിസൾട്ടും കിട്ടും. എനിക്ക് ഞാൻ കാണിച്ചു തന്നല്ലേ. അപ്പോൾ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പായ്ക്കാണെന്ന് കാണിച്ചത്. 2 രീതിയിൽ ഞാൻ കാണിച്ചായിരുന്നു. ആ 2 രീതിയിലും നമ്മൾ ഒരു സമയത്ത് തന്നെ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.